ഛത്തീസ്ഗഡിൽ IED പൊട്ടിത്തെറിച്ച് 3 ജവാന്മാർ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. IED നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിച്ചത്. 4 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ മുൻപ് സ്ഥാപിച്ച IED ആകാമെന്നാണ് വിലയിരുത്തൽ. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിലെന്താണ് സംഭവിച്ചത്? ദാരുണമായ സംഭവമാണ് ഛത്തീസ്ഗഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാർച്ച് 31-ന് കേന്ദ്ര സർക്കാർ ഛത്തീസ്ഗഡിനെ മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ പൊട്ടിത്തെറി എന്നാണ് പറയാൻ കഴിയുക. കാങ്കർ ജില്ലയിലെ വനമേഖലയിലാണ് സംഭവം. 4 ജവാന്മാർ സംഘത്തിലുണ്ടായിരുന്നു. ഇത് ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ഛത്തീസ്ഗഡ് പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥരാണ്, സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരാണ്. അവർ 4 പേരുണ്ടായിരുന്നു. അങ്ങനെ IED കണ്ടെത്തുന്നു. അത് നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുൻപ് ഈ മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുന്നതിന് മുൻപ് മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച IED ആകാം എന്നുള്ള പ്രാഥമിക വിലയിരുത്തലാണ് നിലവിലുള്ളത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും 3 ജവാന്മാർ ഗുരുതരമായി പരിക്കേറ്റ് പിന്നീട് മരണത്തിന് കീഴടങ്ങി. 1 ജവാൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്, ഗുരുതരമായി പരിക്കേറ്റ്. വിനീത. ശരി, അതിൽ പാലോടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.